ശ്രീ കെ കെ രാമചന്ദ്രൻ. കഴിഞ്ഞ ജൂൺ 22, അതായത് 2 ദിവസം മുൻപ് തിങ്കളാഴ്ച നമ്മൾ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നിയോജകമണ്ഡലമായ പുതുക്കാട് നിയോജകമണ്ഡലത്തിലെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കള്ളിച്ചിത്ര ആദിവാസി ഉന്നതിയിൽ അവിടുത്തെ ഊരുമൂപ്പൻ ശ്രീ ഗോപാലൻ കാട്ടാനയുടെ ആക്രമണത്തിൻ്റെ ഭാഗമായി ഗുരുതരമായ പരിക്കുകളോടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശ്രീ ഗോപാലിന് ശസ്ത്രക്രിയ നടത്താൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ മുഖമൊക്കെ ആകെ വികൃതമായിരിക്കുകയാണ്. വിദഗ്ധമായ ചികിത്സയ്ക്കും മറ്റ് സാമ്പത്തിക സഹായത്തിനും വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്യുന്നതിന് വേണ്ടി വനവകുപ്പ് തയ്യാറാകുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, തീർച്ചയായിട്ടും പരിശോധിക്കാവുന്ന മുൻകാലങ്ങളിലെ ഒരു കീഴ്വഴക്കം സർ, ആദ്യം തന്നെ 30,000 കൊടുക്കുക, പിന്നെ അതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഫൈനൽ ബില്ല് വരുമ്പോൾ 70,000 കൊടുക്കുക. പക്ഷേ കോതമംഗലത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വനം വകുപ്പിന് കൊടുക്കാനുള്ള 1 ലക്ഷം രൂപ അന്നേരം തന്നെ കൊടുത്തു സർ. ആദ്യം 30 ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ 70,000 കൊടുത്തു സർ. അതിന് ശേഷമുള്ളതും SDRF-ൽ നിന്ന് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. പക്ഷേ നിലവിലുള്ളത് അതിന് ശേഷം ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് അത് SDRF-ൽ നിന്ന് കൊടുക്കുമെന്നാണ്. അത് 2.5 ലക്ഷം എന്നൊരു പരിധിയാണ് വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ സർ. അത് അതിനേക്കാൾ കൂടുതലാണെങ്കിലും ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അത് കുറച്ചുകൂടെ സ്പീഡിലി, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിൻ്റെ ഒരു കണ്ടെയ്ൻമെൻറ്റ് മിറ്റിഗേഷൻ സ്പീഡി കോമ്പൻസേഷൻ എന്നുള്ള നിലയിലേക്ക് മൂന്നാമത്തെ ഭാഗത്ത് വരുന്നത് എങ്ങനെ അന്നേരം അവർക്ക് പ്രയോജനകരമായി അന്നേരം തന്നെ എത്തിക്കാനൊക്കെ എന്നുള്ളത് നോക്കാം. ഇത് ബഹുമാനപ്പെട്ട മെമ്പർ അതിൻ്റെ ശ്രദ്ധയിൽ അതിൻ്റെ ഒരു നോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് പറയാം.